ദൈവവചനം പങ്കുവെക്കാനായിട്ട് ഈശോ പറഞ്ഞു വിട്ടിരിക്കുന്നത് സന്തോഷ് ടിയാണ്. ബ്രദറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതമാണ്. ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ആരംഭ ശുശ്രൂഷകനായി ഇതിന് അടിസ്ഥാനപ്പെടുവാൻ മേരിക്കുട്ടി ചേച്ചിയോട് ചേർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപൃതമാകുവാനും ആ മിനിസ്ട്രിയെ വളർത്തുവാനും ദൈവം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിശക്തമായ രീതിയിൽ പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിച്ച ഒരു വ്യക്തിത്വമാണ് സന്തോഷ്. അതുപോലെ ഈ കാലഘട്ടങ്ങളിൽ മിഷൻ 2033 എന്ന പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങൾ അനേക രാജ്യങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ അതിശക്തമായിട്ട് കർത്താവിന് വേണ്ടി ഓടി നടന്ന് തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ് സന്തോഷ് ടി. കുടുംബജീവിതം നയിക്കുന്നു. 4 പെൺകുഞ്ഞുങ്ങളുടെ പിതാവാണ്. ജീവിത പങ്കാളിയും അദ്ദേഹത്തോട് ചേർന്ന് ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതമായിരിക്കുന്ന ഒരു കുടുംബമാണ്. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ വലിയൊരു പ്രളയമുണ്ടായി. ആ പ്രളയ സമയത്ത് നിലവിലുള്ള സംവിധാനങ്ങൾക്കെല്ലാം ജനങ്ങളെ രക്ഷിക്കുവാൻ പരിമിതി വന്നു. അപ്പോൾ നമ്മൾ ഇപ്രകാരം ഒരു വാർത്ത വായിച്ചിരുന്നു, ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചാണ്. മീൻപിടുത്തക്കാരെ, മത്സ്യത്തൊഴിലാളികളെ രക്ഷാപ്രവർത്തകരെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, അവരുടെ ഉപജീവന മാർഗമായ ആ ബോട്ടും അവർ വന്നിട്ട് വെള്ളപ്പൊക്കക്കെടുതിയിൽ നിന്ന് അനേകരെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവർ ഏതാനും ഒരു സമയത്തേക്ക് അനേകരെ രക്ഷാപ്രവർത്തകരായി തീർന്നിട്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവരൊരു ചുരുങ്ങിയ സമയത്ത് മാത്രമാണ് രക്ഷാപ്രവർത്തകരായെങ്കിൽ ഇന്ന് നമ്മുടെയും ലോകം മുഴുവൻ്റെയും സകലത്തിൻ്റെയും രക്ഷകനായിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവുണ്ട്. ഇന്ന് ധാരാളം പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങളെക്കാളും വളരെ തകർച്ചയുടെയും അല്ലെങ്കിൽ വേദനാജനകമാണ് പാപത്തിൻ്റെ പ്രളയമെന്ന് പറയുന്നത്. ഈ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 ബൈബിൾ ഏറ്റവും ശ്രേഷ്ഠമായ വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും രക്ഷിക്കുവാനായിട്ടാണ്, സകലരെയും രക്ഷിക്കുവാനുള്ള, അതൊരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്കല്ല, മറിച്ച് ഇന്നുവരെയും ഈ മനുഷ്യകുലത്തിൽ ജനിച്ചിരിക്കുന്ന സകലരെയും രക്ഷിക്കുവാനായിട്ട് ഇനിയും ജനിക്കാൻ പോകുന്ന സകലർക്കും രക്ഷയായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 3:17 നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, അവൻ ഇവിടേക്ക് വന്നത്, യേശു വന്നിരിക്കുന്നത് ആരെയും ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ സ്വന്തമാക്കുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും യേശുവിൻ്റെ രക്ഷ സ്വന്തമാക്കുവാൻ. എന്തിനാണ് ഈ രക്ഷ സ്വന്തമാക്കുക ചോദിച്ചാൽ, റോമാലേഖനം അതിന് 6:23 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിന് മുഴുവൻ നിത്യജീവൻ നൽകാനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിളിൽ വീണ്ടും പറയുന്നൊരു വാക്യമുണ്ട്. പത്രോസിലേക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2:24 നമ്മൾ ഇപ്രകാരം വായിക്കുന്നതാണ്, അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നതാണ്, മനുഷ്യൻ സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാനുള്ള തടസ്സമെന്ന് പറയുന്നത് പാപമാണെന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാ പാപവും ഏറ്റെടുത്ത ഒരേ ഒരാൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 4:12 പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, എന്ത് ചെയ്യുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. 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 ഇവിടെ വെളിപാട് അതിൻ്റെ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വീണ്ടും അവിടുന്ന് പറയുന്നു, നിങ്ങളെയും എന്നെയും സകല ഭാഷക്കാരെയും
സകല ഗോത്രങ്ങളെയും യേശു രക്തത്താൽ വീണ്ടെടുത്ത് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ അവൻ രക്തം കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയവരാന്ന് പറയുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് അതിന് 6:20 നമ്മൾ വീണ്ടും വായിക്കുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇവിടെ എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന സമൂഹം സകലരും യേശുവിനാൽ വിലയ്ക്ക് വാങ്ങിയവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മനുഷ്യൻ എപ്പോഴും കാണുന്നത് ഒരു പാപിയെ കാണുവാണെങ്കിൽ അവൻ്റെ പാപത്തെയാണ് കാണുന്നത്. എന്നാൽ ദൈവം നൽകുന്നത് അവൻ്റെ പാപത്തെയല്ല, മറിച്ച് അവനെയാണ് ദൈവത്തിന് ആവശ്യം. നമ്മളിപ്പോൾ ആരെക്കുറിച്ചെങ്കിലും പറയുവാണെങ്കിൽ, ഒരാളൊരു മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന അയാളെ മോഷ്ടാവെന്നാണ്. അല്ലെ കള്ളൻ, കള്ളൻ്റെ മകൻ, അവരെ മക്കളെ പറയും കള്ളൻ്റെ മക്കളെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ആളെ ഒരിക്കലും കള്ളനെന്നോ മോഷ്ടാവെന്നോ അദ്ദേഹത്തിൻ്റെ മക്കളെ കള്ളൻ്റെ മക്കൾ എന്നാണ് വിളിക്കുന്നത്. മറിച്ച് ദൈവം വിളിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നീ എൻ്റെ മകൻ, നീ എൻ്റെ മോൻ, നീ എൻ്റെ മോളെന്നാണ്. ഹല്ലേലൂയ. കാരണം ദൈവം എന്ത് ചെയ്യുന്നു? പാപത്തെ വെറുത്ത് പാപിയായ നമ്മെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, സ്വർഗ്ഗ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അതിലെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവരെല്ലാം സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവൾ ചെയ്ത പാപത്തെക്കുറിച്ചാണ്. എന്നാൽ യേശു സംസാരിക്കുന്നത് അവളെക്കുറിച്ചാണ്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കാരണം എല്ലാവരും എന്ത് ചെയ്യുന്നു? അവൾ ചെയ്ത പാപത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ യേശു സംസാരിക്കുന്നത്, അവളോട് പറയുന്നത്, ഇനി നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഇനി നീ ഇത് ആവർത്തിക്കരുതെന്നാണ്. പ്രിയപ്പെട്ടവരെ, അവളുടെ പാപത്തെക്കുറിച്ചോ പാപത്തിൻ്റെ ഡീറ്റെയിലുകൾ അല്ലെങ്കിൽ പാപവിശുദ്ധീകരണം ഒന്നും ദൈവം പറയുന്നില്ല. മറിച്ച് പാപത്തെ വെറുത്ത് പാപിയായ വ്യക്തിയെ യേശു സ്നേഹിക്കുന്നു. കാരണം യേശു എന്ന വാക്കിന് അർത്ഥം തന്നെ, പ്രിയപ്പെട്ടവരെ, അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ്. ഞാൻ ഓർക്കുന്നു, അനേക മാനസാന്തര കഥകൾ നിങ്ങൾ കേൾക്കുമ്പോൾ കാണാൻ സാധിക്കും. എവിടെയും യേശു ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, യേശു അയാളുടെ ഹൃദയത്തെ തൊടുമ്പോൾ, യേശു അയാളുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ ജീവിതം രൂപാന്തരപ്പെടുന്നത്. എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ജോപ്പൻ എന്നാണ്. അദ്ദേഹം ദേശത്തിന് മുഴുവൻ, അദ്ദേഹം നാട്ടിലായിരുന്നു, കോട്ടയംകാരനാണ്. ഒരു കാലത്ത് ഭയങ്കര മദ്യപാനിയും എല്ലാവിധ തിന്മകൾക്കും അടിമപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നാൽ ജീവിതത്തിലൊരു സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ധ്യാനം കൂടുവാൻ പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ ഇടവന്നു. ധ്യാനത്തിൽ വെച്ച് അദ്ദേഹം വചനം കേട്ടു. യേശുവിനെ സ്വീകരിച്ചപ്പോൾ വർഷങ്ങളായിട്ട് ദേശത്തിന് ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും മോശമായിട്ടും ദുഃഖത്തിനും ദുരിതത്തിനും വേദനകൾക്കും കാരണമായ വ്യക്തിയെ ദൈവം തൊട്ടു. ആ തൊടിയിൽ അദ്ദേഹം പുതിയ സൃഷ്ടിയായി ഇന്ന് ദൈവകൃപയാൽ ദൈവാനുഗ്രഹത്താൽ അനേകർക്ക് അനുഗ്രഹമേക്കുന്ന വ്യക്തിയായി മാറുവാൻ ദൈവം ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 6-ാം പ്രമാണം ലംഘിച്ച ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പെൺകുട്ടിയെ അവൾ 6-ാം പ്രമാണം ലംഘിച്ചെങ്കിലും ബൈബിൾ പിന്നീട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ പാപക്ഷമ ലഭിച്ചപ്പോൾ, യേശുവിൻ്റെ പാപക്ഷമ ലഭിച്ചപ്പോൾ ശ്രേഷ്ഠയായ വ്യക്തിയായി, ബൈബിളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായി മാറ്റപ്പെടുവാൻ ദൈവം ഇടയാക്കി. എന്നെ ശ്രവിക്കുന്ന ഈ രാത്രിയിൽ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രമാത്രം പാപത്തിന് അടിമപ്പെട്ടവരാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പാപത്തിൻ്റെ പ്രത്യേക സാഹചര്യമാണെങ്കിലും നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾക്കൊരു ഉത്തരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നു. ഇന്നും ഇപ്പോഴും എവിടെയാണെങ്കിലും നിന്റെ ഹൃദയങ്ങളെ തൊടുവാനും നിന്റെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനും നിന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും. ഹല്ലേലൂയ. അവിടെ ഇപ്രകാരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സ്വരമതി, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അഭിഷേകം ചെയ്യണമേ, യേശുവിനെ സ്വീകരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇവിടെ വീണ്ടും ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അതിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാട്ടുകാരും ദേശക്കാരെല്ലാം വിളിക്കുന്നത് ചുങ്കക്കാരൻ, പാപി എന്നാണ് സക്കേവൂസിനെ വിളിക്കുന്നത്. എന്നാൽ യേശു എന്ത് ചെയ്തു? ആ സിക്കമോർ മരത്തിനെ ചവിട്ടി ചെന്നപ്പോൾ അവനെ വിളിച്ചിറക്കുന്നത്, എടാ പാപി, നീ താഴേക്ക് വരാനല്ല പറയുന്നത്, മറിച്ച് യേശു പറയുന്നത് അവൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്,
സക്കേവൂസ് നീ താഴെ ഇറങ്ങി വരിക. എന്നിട്ട് വീണ്ടും പറയുന്നു, അവൻ വീട്ടിലോട്ട് വിളിച്ചില്ല. വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോ പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാന്നിധ്യം അവൻ നിലവിളിക്കുകയോ കരയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വഴി അദ്ദേഹം ആ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവെ, അദ്ദേഹത്തിൻ്റെ മാനസാന്തര അനുഭവത്തിൻ്റെ വാക്ക് പറയുന്നു, ഞാൻ ആരുടെയെങ്കിലും വാക്ക് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തിരികെ കൊടുക്കുന്നു, ഒരു പുതിയ ജീവൻ നയിക്കാൻ തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം പാപിയായ സക്കേവൂസിനെ ദേശത്തിന് അനുഗ്രഹമാകുന്ന രീതിയിൽ മാറ്റുവാൻ ദൈവം ഇടയാക്കി. കാരണം യേശു എവിടെ വരുന്നോ അപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള അവളുടെ ഉള്ളിലുള്ള പാപം മാറ്റപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി അവൻ മാറ്റപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഷാലോം ടിവിയിലൂടെ നിങ്ങളുടെ ഓരോരുത്തരെയും ഭവനത്തിലേക്ക് വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും സർവശക്തനായ ദൈവം കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിലാകുകയാണ്. ഈ സാന്നിധ്യത്തോട് നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾ ദേശത്തിന് ലോകത്തിന് ഒരു അനുഗ്രഹമായി മാറുവാൻ നിങ്ങളുടെ ഈ രാത്രിയിൽ തന്നെ അതിന് സാധ്യമായി തീരും. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഒരു നിരീശ്വരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൽ നിന്നും വളരെ അകന്ന് ജീവിച്ചൊരു കുടുംബമാണ്. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയമായിട്ട് നടക്കുന്നു, എല്ലാവിധ തിന്മകൾക്കും അടിമപ്പെടുന്നു, മോശമായ ജീവിതം, കുടുംബത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ എല്ലാവിധ മറ്റ് നെഗറ്റീവായിട്ടുള്ള ആരാധനയിലോട്ടും പോകുന്നൊരവസ്ഥ വന്നു. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഒരു കസിൻ്റെ അങ്കിളിൻ്റെ മോന് ഒരു അസുഖമുണ്ടാകുന്നു. ആ അസുഖം വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്. പ്രസവിച്ച ഉടനെ കുട്ടിക്ക് രോഗം കൂടി. രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ ഒരു പ്രതീക്ഷയില്ല, അതിനെ ആ കുട്ടിയെ മരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ എല്ലാവരും കണ്ടോളം മരിക്കുവാനായിട്ട് മുറിയിലേക്ക് മാറ്റി. ഈ സമയത്ത് അങ്കിള് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരിയെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അങ്കിള് എൻ്റെ പപ്പായോട് ആവശ്യപ്പെട്ടു, ഈ അച്ഛനെ ഒന്ന് കൊണ്ടുവരാമെന്ന്. പ്രിയപ്പെട്ടവരെ, അച്ഛനെ പപ്പ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അച്ഛനെ കൊണ്ട് കോട്ടയം SH മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുവന്ന് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവാനുഗ്രഹത്താൽ ആ കുട്ടി പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ട പപ്പായുടെ ഹൃദയത്തെ സ്പർശിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഈ വൈദികരുടെ അടുക്കൽ ചെല്ലുന്നു, അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പറയുന്നു, മഞ്ഞുമേൽ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടാൻ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട പപ്പായും എൻ്റെ പ്രിയപ്പെട്ട മമ്മിയും പ്രിയപ്പെട്ടവരെ എൻ്റെ പെങ്ങളും കൂടെ ഒരുമിച്ച് ആ ധ്യാനത്തിൽ പോയി പങ്കെടുക്കുന്നു. ആ ധ്യാനത്തിൽ വെച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് യേശു കടന്നു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട 5 ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ വീട്ടിലോട്ട് വന്നപ്പോൾ കൊണ്ടുവരുന്ന വചനം ഇതാണ്, ജോഷുവ 24:15, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ടവരെ, അത് ഭിത്തിയിൽ അടിച്ചു വെച്ചു. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചേട്ടൻ രാഷ്ട്രീയമെല്ലാം വിട്ടു ധ്യാനം കൂടി യേശു അനുഭവത്തിൽ വന്നു. അതിൻ്റെ പിറ്റേ വർഷം എനിക്കും ദൈവത്തിൻ്റെ കൃപയാൽ വരുവാൻ സാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുടെ സൗഖ്യം, ആ സാക്ഷ്യം എൻ്റെ പപ്പായിക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടവന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ഷാലോം ടിവിയിൽ നൈറ്റ് വിജിലിൽ അല്ലെങ്കിൽ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിൽ അനേക സാക്ഷ്യങ്ങൾ നടക്കുന്നു. ഈ സാക്ഷ്യങ്ങൾ ഷാലോം ടിവിയിലൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ദൈവം സംസാരിക്കുകയാണ്. അവൻ സംസാരിക്കുന്ന മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഹെബ്രായ 13:8 അവൻ സംസാരിക്കുന്നത്, യേശു ഇന്നും ജീവിക്കുന്നു, ഞാൻ ഇന്നും ജീവിക്കുന്നു, ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്. നിന്റെ ആവശ്യങ്ങളിൽ നിന്നെ സഹായിക്കുവാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ സെക്കൻഡുകളിലും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് തരികയാണ്. അതിനോട് നിങ്ങൾ സഹകരിച്ചാൽ ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തെ രക്ഷിച്ച ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തെയും രക്ഷയിലേക്ക് നയിക്കും. കാരണം അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുകയല്ല, ചേർത്ത് പിടിക്കുന്നു. ഇനി വിളിച്ചപേക്ഷിക്കുന്നില്ലെങ്കിൽ തന്നെയും
പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ അവൻ ഒരുക്കമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ കൊച്ചു കുടുംബത്തിലേക്ക് കടന്നു വരണമേ, കടന്നു വരണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷയിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ വെറും പാപത്തിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല, മറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ സ്വീകരിച്ചവർക്കല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ല ദൈവ മക്കളാകാൻ അവൻ കഴിവ് തരുന്നു. ഇവിടെ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. വെറും സാധാരണ വ്യക്തി യേശുവിനെ സ്വീകരിക്കുന്ന നിമിഷത്തിൽ അസാധാരണ വ്യക്തിത്വത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ 2 കൊരിന്തോസ് 5:17 നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിയുന്നു. ശ്രദ്ധിക്കുക, ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ, ക്രിസ്തുവിനെ ഏറ്റുപറയുമ്പോൾ അവൾ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 3:3 അവിടെ നിക്കോദേമസ് എന്ന് പറയുന്ന വ്യക്തി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ, അദ്ദേഹം ഉപദേശം തേടി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശു പറയുന്നൊരു വാക്കാണ്, നീ വീണ്ടും ജനിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത്രയും പ്രായമായ എനിക്ക് എങ്ങനെ വീണ്ടും ജനിക്കാൻ സാധിക്കും? അപ്പോൾ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് 3:5, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനനാനുഭവത്തിലേക്ക് ഈ രാത്രിയിൽ അനേക വ്യക്തികളെ നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം അതിന് 6:15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നത്, പുതിയ സൃഷ്ടിയായി തീരുക എന്നതാണ് പരമപ്രധാനം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ രാത്രിയിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണ്, നീയും ഞാനും എല്ലാം പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരുക, പുതിയ വ്യക്തിയായിട്ട് മാറ്റപ്പെടുക. ഹല്ലേലൂയ, സ്വരം ഹല്ലേലൂയ. പുതിയ വ്യക്തിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവങ്ങളിൽ, ചിന്തകളിലെല്ലാം ദൈവം മാറ്റം തരുന്നു. യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ, യേശുവാകുന്ന ദൈവത്തെ നമ്മുടെ ഉള്ളിൽ എടുത്തു കഴിയുമ്പോൾ, സ്വീകരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ, ആഗ്രഹങ്ങളെല്ലാം ദൈവം മാറ്റം തരികയാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഞാൻ 82 ധ്യാനം കൂടാൻ പോകുന്ന അവസരത്തിൽ, ഇവിടെ ധ്യാനം കൂടുന്നതിന് മുമ്പ് സമയത്തൊക്കെ ഞാൻ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. എൻ്റെ വീട് ഒരു നിരീശ്വരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു വീടൊക്കെ ആയതിനാൽ ഞാൻ ആ കാലഘട്ടങ്ങളിൽ വല്ലപ്പോഴുമൊക്കെ പള്ളിയിൽ പോവുള്ളൂ. ആരുടെയെങ്കിലും മരണമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കല്യാണമൊക്കെ വരുമ്പോൾ, ഇവിടെ ഞാൻ ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോൾ അത്യാവശ്യം പള്ളിയിലൊന്ന് കയറും. പള്ളി കാണുമ്പോൾ എനിക്ക് വലിയ സങ്കടമാണ്. മറ്റൊന്നുമല്ല, ഞങ്ങളൊക്കെ ഔട്ട്ഡോറിലാണ് ഷട്ടിൽ കളിക്കുന്നത്. ഇപ്പോൾ ഇൻഡോറിൽ കളിക്കാനുള്ള സ്റ്റേഡിയങ്ങളൊന്നും കുറവാണ്. ഇവിടെ ഈ പള്ളി കാണുമ്പോൾ എൻ്റെ മനസ്സിലെന്തറിയാവോ, ഈ പള്ളിയെ എങ്ങനെ ഷട്ടിൽ കോട്ടാക്കി മാറ്റാണ്. അന്നൊന്നും ഞാൻ ഒത്തിരി കല്യാണത്തിൻ്റെ കെട്ട് കഴിയുമ്പോൾ പുറത്തിറങ്ങും, ആൾക്കാരോടെല്ലാം സംസാരിക്കും. ഇപ്പോൾ സഭ അങ്ങനെയാണ്, വൈദികർ ഇങ്ങനെയാണ്, രാവിലത്തെ അരമണിക്കൂറിൽ കുർബാന കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് വിട്ടു തരുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സുന്ദരമായിട്ട് പിള്ളേർക്കെല്ലാം എന്ത് ചെയ്യാം? ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയില്ലേ, പരീക്ഷ എഴുതിയപ്പോൾ മനസ്സിലായി തോക്കുമെന്ന്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ധ്യാനം കൂടിയാൽ പരീക്ഷയ്ക്ക് ജയിക്കും. അങ്ങനെയാണ് ഞാൻ ധ്യാന ഹാളിൽ പോയി ഇരിക്കുന്നത്. SVD ധ്യാനത്തിന് ചെന്നു. ദൈവകൃപയാൽ ഞാൻ ആദ്യമായിട്ടാണ് യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. വചനം കേൾക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ധ്യാനം ദൈവകൃപയാൽ അത് പൂർത്തിയാക്കാൻ ദൈവം കൃപ തന്നു. ധ്യാനം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുവാനായിട്ട് ഏതെങ്കിലും സ്റ്റേഡിയത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തയിലായിരുന്നു, ഈ സ്റ്റേഡിയത്തിൽ വെച്ച് എങ്ങനെ ഒരു ബൈബിൾ കൺവെൻഷൻ നടത്താം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളിൽ, ചിന്തകളിൽ, സ്വപ്നങ്ങളിലെല്ലാം മാറ്റം വന്നു. അതാണ് പ്രിയപ്പെട്ടവരെ, പുതിയ സൃഷ്ടിയായി തീരുക എന്നതാണ് പരമപ്രധാനം. ഹല്ലേലൂയ, സ്വരപതി ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയും. യേശുവേ സ്തോത്രം. യേശുവേ എനിക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ
എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പഠിച്ചാൽ കാണാൻ സാധിക്കും, എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം ഒരു പാപത്തിലാണ് ആരംഭിക്കുന്നത്. ഈ പാപത്തെ ഓർത്ത് അനുദപിക്കുവാൻ, ഏറ്റുപറയുവാൻ നമ്മൾ തയ്യാറായാൽ ആ പ്രശ്നത്തിൽ നിന്നുള്ള പരിഹാരം യേശു തരികയാണ്. ഹല്ലേലൂയ, സ്വർഗ്ഗപതി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരിക്കൽ ഞങ്ങൾ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിനായിട്ട് കുടുംബധ്യാനം നടത്തുന്നുണ്ട്. മാതാപിതാക്കൾ മക്കൾ ഒരുമിച്ചുള്ള ഇവിടെ അവിടെ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു ദമ്പതികൾ വന്നു. അവർ രണ്ടുപേരും വേർപിരിയാൻ തീരുമാനം എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ അവസാനത്തായിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ പോയി ഒരു കുടുംബധ്യാനത്തിൽ പങ്കെടുക്കുക, അതിനുശേഷം നിങ്ങൾ വേർപിരിഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ ധ്യാനത്തിൽ വന്നത്. ഇവിടെ രണ്ടുപേരും മിണ്ടത്തില്ല, വർത്തമാനം പറയുന്നില്ല, രണ്ട് സ്ഥലത്താണ് ഉറങ്ങുന്നത്. സാധാരണ കുടുംബധ്യാനത്തിൽ വരുമ്പോൾ ഒരു മുറി എടുത്തോ അല്ലെങ്കിൽ ഒന്നിച്ചാണ് വസിക്കുന്നത്. ഇവർ രണ്ട് രീതിയിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ 1-ാം ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് സംസാരിക്കാൻ ഇടവന്നു. സംസാരിച്ച് മനസ്സിലായി അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിരിക്കുകയാണ്, ഞങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞു ഞായറാഴ്ച തിങ്കളാഴ്ച ഞങ്ങൾ രണ്ട് വേർപിരിയും. വില്ല് നമ്മൾ പറയല്ലേ, അമ്പിനും വില്ലിനും അവർ അടുക്കാത്ത രീതിയിൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവരോട് അല്പനേരം സംസാരിച്ചപ്പോൾ മനസ്സിലായി, നമ്മളിങ്ങനെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവരൊറ്റ കാര്യം പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, യേശു ആഗ്രഹിക്കുന്നത് ദൈവവചനപ്രകാരം നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. വീണ്ടും വചനം പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നം ഏതാണ്? നിങ്ങൾ ഭാര്യ ഭർത്താവിലുള്ള പാപത്തെ കണ്ടുപിടിക്കുന്നു, ഭർത്താവ് ഭാര്യയിലുള്ള പാപത്തെയും കണ്ടുപിടിക്കുന്നു. എന്നാൽ യേശു പറയുന്നു, നിന്റെ പാപത്തെ നീ കണ്ടെത്തിക്കൊണ്ട് അനുദപിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവര് അവനവൻ്റെ പാപത്തെ ഓർത്ത് അനുദപിക്കാൻ തയ്യാറായപ്പോൾ ക്രിസ്തു അവരുടെ മേൽ ഇടപെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു പറയുമ്പോഴാണ്, എനിക്ക് കുഴപ്പമില്ല, ഇവൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ യോജിക്കാൻ തയ്യാറാണ്. മറ്റൊന്നും വില സാബ് അവരുടെ പാപം വകയെ യേശു ഏറ്റെടുത്തപ്പോൾ അവർ യോജിക്കാൻ, ഒന്നായി തീരാൻ ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രിയിൽ ഏതെങ്കിലും കുടുംബം തൻ്റെ ഭാര്യ അകന്നിരിക്കുകയാണ്, ഭർത്താവ് അകന്നിരിക്കുകയാണ്, അതിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഈ രാത്രിയിൽ ഭർത്താവിനെ ഓർത്തല്ല, ഭാര്യ ഓർത്തല്ല, നിങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദപിച്ചാൽ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെട്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ കൂട്ടി യോജിപ്പിക്കുവാൻ യേശുവിന് സാധിക്കും. കാരണം അവർ ഇന്നും ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ്. അതുകൊണ്ടാണ് അവനെക്കുറിച്ച് യേശു തന്നെ പറഞ്ഞു, യോഹന്നാൻ 14:6 പറയുന്നു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. നിന്റെ കുടുംബജീവിതത്തിലേക്ക്, നിന്റെ കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ നിന്റെ കുടുംബത്തെ തകർക്കുന്ന പാപത്തിൻ്റെ മേഖല അവൻ മാറ്റപ്പെട്ട്, അവൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് നിന്നെ വീണ്ടെടുത്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു സന്തോഷപ്രദമായ കുടുംബ ജീവിതത്തിലേക്ക് നയിക്കുവാൻ യേശുവിന് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്. അവിടെ പറയുന്നതാണ്, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത്. നിങ്ങളെല്ലാവരും പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ്. എന്നിട്ട് പറയാണ്, എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങളുടെ പരിഹാര ബലിയാണ് യേശു ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, നിങ്ങളുടെ പാപത്തെയല്ല കാണരുത്, മറിച്ച് പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശുവിനെ കാണുക. ചിലപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ യേശു അനുഭവത്തിലേക്ക് വന്നിട്ട് വീണ്ടും വീണുപോയ അനുഭവം ഉണ്ടായിരിക്കാം. വീണ്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും തകട്ടി വരുന്ന ഇതാണ്, ഞാനങ്ങനെ ചെയ്തല്ലോ, ഈശോനോട് ക്ഷമിക്കുവോ. പ്രിയപ്പെട്ടവരെ, നിന്റെ പാപം എത്ര വലുതാണെങ്കിലും വചനം പറയാണ്, നിന്റെ മാത്രമല്ല സകല ലോകത്തിൻ്റെയും സകല മനുഷ്യരുടെയും
പാപത്തിൻ്റെ പരിഹാര ബലിയാണ് യേശു ക്രിസ്തു. അതിനാൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുമ്പിൽ നമ്മുടെ എത്ര മാരകമായ പാപം പോലും വെറും നിസ്സാരമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തെ ഓർത്ത് വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. പാപവിമോചകനായ, പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ കെട്ടിപ്പിടിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന യേശുവിലേക്ക് കടന്നു വരുവാൻ യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു തന്നെ ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദാസിനെ പോലും വിളിക്കുന്നത് സ്നേഹിതായനാണ്. അത്രമാത്രം അവൻ വ്യക്തിയെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഏശയ്യ 54:10 നമ്മൾ വായിക്കുന്നത്, മലകൾക്കും കുന്നുകൾക്കും മാറ്റം വരാം, എന്നാൽ എൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വരുത്തില്ല. ഈ ലോകത്തെ എല്ലാ ബന്ധങ്ങൾക്കും മാറ്റം വരാം, എന്നാൽ സർവശക്തനായ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വരുത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ അവിടുന്ന് നമ്മളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, യേശു സംസാരിക്കുന്ന മുഴുവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കണം, യേശു സംസാരിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിലാണ്. എന്നിട്ട് യേശു അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ എടുക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, 4-ാം വാക്യത്തെ പറയുന്നു, 1:4 അവന്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിന് സ്നാനം നൽകും. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ പാപത്തിന് നമ്മളെ മുഴുവൻ വിടുവിച്ചു. മരണമെന്ന അവസാന ശത്രുവിനെയും തകർത്തു. സാത്താൻ്റെ അടിമത്തിൽ നിന്ന് നമ്മളെ അവൻ പൂർണ്ണമായിട്ടും വീണ്ടെടുത്തു. എന്നിട്ട് യേശു പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ ഹല്ലേലൂയ. 1:8 നമ്മൾ വായിക്കുന്നുണ്ട്, വീണ്ടും യേശു പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വീണ്ടും അവർ ഒന്നിപ്പിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ വാക്യവരാണ്, അവർ ഒരുമിച്ച് കാത്തിരുന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവിടെ വചനം പറയുന്നു, 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, ശബ്ദമായിട്ട് കേട്ടു. വീണ്ടും അവർ കണ്ണു തുറന്നപ്പോൾ അഗ്നിയായിട്ട് പരിശുദ്ധാത്മാവിനെ കണ്ടു. അതിനുശേഷം വാക്യം പറയുന്നു, അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞതോടുകൂടി അവരുടെ അതുവരെയുമുള്ള ഭാഷ മാറി ദൈവത്തിൻ്റെ ഭാഷയായ ഭാഷാവരത്തിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും അവർ തുടങ്ങി. ഹല്ലേലൂയ. അതുവരെയും പുറത്തിരുന്ന ദൈവം പരിശുദ്ധാത്മാവാன അഗ്നിയുടെ രൂപത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും വ്യക്തികളുടെ മേലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ യേശു സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിമോചിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പസ്തോല പ്രവർത്തനം അതിൽ 2:17 പറയുന്നു, എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം 10:44 നമ്മൾ വീണ്ടും വായിക്കുന്നു, പത്രോസ്ലീഹ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വിജാതിയർ പോലും പരിശുദ്ധാത്മാവിനാന്നറിയപ്പെട്ടു. യേശുവിനെ കുറിച്ച് പത്രോസ് പ്രഘോഷിക്കുന്നു, യേശുവാണ് ഏകരക്ഷകൻ, യേശുവിലൂടെയാണ് രക്ഷ സ്വന്തമാക്കാൻ സാധിക്കുക, യേശുവിലൂടെയാണ് സ്വർഗത്തിൽ പോകാൻ സാധിക്കുക, യേശുവിലൂടെയാണ് നരകയോഗ്യനായ മനുഷ്യൻ, തിന്മയിൽ നിൽക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സകലരുടെ മേലും യേശുവിനെ കേൾക്കുന്ന വ്യക്തികളുടെ മേല് പരിശുദ്ധാത്മാവ് നിറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ രാത്രിയിൽ യേശുവിൻ്റെ രക്ഷ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് രക്ഷ സ്വന്തമാക്കി പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക മാത്രമല്ല വേണ്ടത്, മറിച്ച് യേശു ആവശ്യപ്പെടുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം
അവൻ പരിശുദ്ധാത്മാവാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് ശബ്ദത്തിലൂടെ ദൈവം സംസാരിക്കുന്നു. ചില വ്യക്തികൾക്ക്, മോശയ്ക്ക്, ഏലിയായൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? ശബ്ദത്തിലൂടെയും അഗ്നിയുടെ രൂപത്തിലും അവരോട് ഇടപെടുന്നു. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ പ്രിയപ്പെട്ടവരെ, അതേ ദൈവം നമ്മളിൽ ഒരുവനെ പോലെ, നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് പോലെ യേശുവിനെ കാണുവാനും കേൾക്കുവാനും തൊടുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണ ഉത്ഥാനത്തിന് ശേഷം പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുകയാണ്, തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും വ്യക്തികളുടെ മേലല്ല, സകലരുടെ മേലും ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന എല്ലാവരിലേക്കും ഈ രാത്രിയിൽ ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിക്കേ ഉള്ളൂ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നാം നിറയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, യേശു സ്ലീഹന്മാരോടും ജനത്തോട് പറഞ്ഞു, മത്തായി സുവിശേഷം 5:48 ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യുക? പരിപൂർണരായിരിക്കുക. നമുക്കറിയാം, മനുഷ്യരായ നമുക്കൊരിക്കലും പരിപൂർണരാകാൻ സാധ്യമല്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്, ജഡത്തിലാണ് താമസിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് സാധ്യമാകും എങ്ങനെ? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. അതാണ് വചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 16:8, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിനക്ക് ബോധ്യം തരും. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 12:24 വീണ്ടും വായിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വചനവും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിനക്കും എനിക്കും പരിശുദ്ധാത്മാവിനാൽ ദൈവം പറഞ്ഞു, ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞതാണ്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണ. പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിപൂർണതയിൽ വളർത്താൻ പിതാവായ ദൈവം എപ്രകാരം പരിശുദ്ധനായിരിക്കുന്നോ അതേപോലെ പരിശുദ്ധനാകുവാൻ നമ്മളും വിളിക്കപ്പെട്ട നമ്മളെ ആ പരിശുദ്ധിയിലേക്ക്, നമ്മളെ അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയാണ്. അവൻ നമ്മളോട് സഹകരിക്കുക. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാൻ തയ്യാറായാൽ വെറും സാധാരണയായ നമുക്കെല്ലാവർക്കും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. മനുഷ്യനായ, ഇപ്പോൾ എൻ്റെ പേര് സന്തോഷം എന്നാണ്, സന്തോഷമായ എനിക്കൊരിക്കലും ദൈവത്തെ പോലെ പരിശുദ്ധിയിൽ വളരാൻ പറ്റത്തില്ല. എന്നാൽ സന്തോഷമില്ലാതായിട്ട് സന്തോഷിൻ്റെ ഉള്ളിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ അപൂർണനായ സന്തോഷന് പൂർണ്ണമായ ക്രിസ്തുവിലേക്ക് ലയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. സ്വരമതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാലേ സാധിക്കത്തുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് വീട് പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 30:20 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് നമുക്ക് കഷ്ടത, ചില ദുഃഖങ്ങൾ വന്നാലും കർത്താവിൻ്റെ മുഖം, എന്തെങ്കിലും ദുഃഖങ്ങളോ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വന്നാലും പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടു പിരിയുന്നില്ല. എന്നിട്ട് അവിടുന്ന് 30:21 പറയുകയാണ്, നീ ഏതെങ്കിലും നാൽക്കവരിൽ ചെല്ലുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് നിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും വ്യക്തികൾക്കാണ് ഈ അനുഭവമെങ്കിൽ പുതിയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടി നമുക്കെല്ലാവർക്കും ഈ കൃപ ലഭിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലിയെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാന്തസ്സിനെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, മക്കളുടെ പഠനത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെ അടുത്തും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഈ രാത്രിയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക സമയങ്ങളിൽ മാത്രമല്ല, ഏത് സമയത്തും
പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ചെന്ന് ഒരു ചെരുപ്പ് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ശരിക്കും തോന്നിയൊരു ചെരുപ്പ് വാങ്ങിച്ചു. ചെരുപ്പ് വാങ്ങിയിട്ട് ഞാൻ പൈസ കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ആ ചെരുപ്പിൻ്റെ കോഡ് അടിച്ചപ്പോൾ 370 രൂപയാണ് ചെരുപ്പിൻ്റെ വില. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 300 രൂപ തന്നാൽ മതി, ഈ ചെരുപ്പിന് 70 രൂപ റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. 370 രൂപ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എത്ര കൊടുത്താൽ മതി? 300 രൂപ കൊടുത്താൽ മതി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. 70 രൂപ എനിക്ക് ലാഭം കിട്ടിയല്ലോ, നന്ദി. ഇവിടെ ഞാൻ ആ കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, ഇത് നിനക്ക് ലാഭത്തിനാണോ അതോ വേറെ ആർക്കെങ്കിലും വേണോ ചോദിച്ചു. ആരോ ചോദിക്കുന്ന പോലെ. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടു ആ കടയുടെ ഒരു മൂലയ്ക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ, കോട്ടയത്ത് ജില്ലാ ആശുപത്രിയുടെ ഓപ്പോസിറ്റ് ഒരു മൂലയ്ക്ക് ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നി, നിനക്ക് ഈ കടയിൽ നിന്ന് കിട്ടിയ 70 രൂപ ഈ മനുഷ്യന് കൊടുക്കാനായിട്ട് ഈശോ പറയുന്നതാണ്. അപ്പോൾ കടയിൽ കൊടുക്കേണ്ട 70 രൂപ, എനിക്ക് ലാഭം കിട്ടിയ 70 രൂപ ഈ മനുഷ്യൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് ഈ പണം കിട്ടാൻ ദൈവം ഇടയാക്കി. അന്നൊരു കാര്യം എന്നെ പഠിപ്പിച്ച് ഈശോ ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു, ചെറിയ കാര്യങ്ങളിൽ പോലും നിന്നോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ ഇവിടെ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു, ചിലപ്പോഴൊക്കെ നമ്മൾ ഓരോ ഓഫർ കിട്ടിക്കഴിയുമ്പോൾ ആ ഓഫർ അനുസരിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഒരെണ്ണം വാങ്ങിക്കാൻ ആഗ്രഹിച്ചു, 2 എണ്ണം കിട്ടി. പക്ഷേ നിങ്ങൾ ദൈവത്തോട് സഹകരിച്ചാൽ, പരിശുദ്ധാത്മാവ് സഹകരിച്ചാൽ ദൈവം പറയും, ഒന്ന് നിനക്കും മറ്റൊന്ന് വരെ ഒരു പക്ഷേ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം പറയുന്നതായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് എവിടെയെല്ലാം യേശു പറയുന്നോ അവിടെയെല്ലാം യേശു പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈശോ പറയുന്നത് സഹായകൻ എന്നാണ്. ഹെൽപ്പർ. ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവവചനപ്രകാരം ജീവിക്കുവാനായിട്ട് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിങ്ങളെ സഹായിക്കാൻ യേശു തന്നിരിക്കുന്ന, യേശു തന്നെ ആയിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ 14:26 നമ്മൾ വീണ്ടും വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നത് അധ്യാപകൻ എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. എന്ന് വെച്ചാൽ ജീവിതയാത്രയിൽ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളിലെല്ലാം കാലോചിതമായിട്ട് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കാനാണ്. അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അധ്യാപകൻ എന്നാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 15:26 നമ്മൾ വായിക്കുന്നത്, അവൻ വന്ന് എനിക്ക് സാക്ഷ്യം, സത്യത്തിന് സാക്ഷ്യം നൽകും. നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളിൽ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ദൈവം തന്നെയായ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് അവൻ അവൻ. ആ 3 വാക്യങ്ങൾ എടുക്കുമ്പോൾ 6 പ്രാവശ്യമാണ് പറയുന്നത് അവൻ അവൻ അവൻ. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എല്ലാവരും പറയാം, പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. ഒരുപാട് യേശുവിൻ്റെ പീഡാനുഭവം കുരിശുമരണത്തോടു കൂടി സ്വർഗത്തിലെ കവാടം തുറന്ന് സർവശക്തനായ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് അതിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സകല മനുഷ്യരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുകയാണ്. അവരോരോരുത്തരും ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന സക്രാരിയായി യേശു മാറ്റിയിരിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടരുത്. സാധാരണ പഴയ നിയമം വായിച്ച് നമ്മൾ പറയും, എല്ലാ ദിവസവും വർഷത്തിൽ 365 പ്രാവശ്യവും ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്.
എന്നാൽ പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഴി അത് ഏതാനും സമയം മാത്രമല്ല, 24/7, ഒരു ദിവസം ആഴ്ചയിൽ 7 ദിവസവും ദിവസത്തിന് 24 മണിക്കൂറും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ, ഒരു ഭവനത്തിൽ ചെല്ലുവാൻ ഇടവന്നു. അവിടെ പ്രശ്നമല്ല, ഒരു പ്രശ്നം. ആ പ്രശ്നം ഇതാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം. ഭർത്താവ് വളരെയധികം തിന്മയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? വഴക്കടിച്ച് 2 മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് മാറി വേറെ താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടോട് ചെന്നപ്പോൾ ഇവർ ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഈ കുട്ടികൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ആ സഹോദരി അവരുടെ കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞു. ഭർത്താവിൻ്റെ മോശമായ സ്വഭാവങ്ങളല്ല. ഞാൻ പറഞ്ഞു, എത്രമാത്രം മോശമായ സ്വഭാവങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അവനെ സ്നേഹിക്കണം, അവന് വിധേയപ്പെട്ട് നിൽക്കണം. പ്രിയപ്പെട്ടവരെ പറഞ്ഞു, ആ സഹോദരി പറഞ്ഞു, എനിക്കൊരിക്കലും സാധ്യമല്ല. ഞാൻ പറഞ്ഞു, ശരിയാണ്, നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. പക്ഷെ നിങ്ങൾ മാമോദിസായോട് സ്വീകരിച്ച പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് സാധ്യമാണ്. എന്നിട്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം 9:10 അവർക്ക് പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു, എടുത്ത് വായിക്കാൻ പറഞ്ഞു. അത് പറഞ്ഞ ഇപ്രകാരമാണ്: അങ്ങയുടെ വിശുദ്ധവർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ, അവൾ എന്നോടൊത്ത് വസിക്കട്ടെ, എന്നോടൊത്ത് അധ്വാനിക്കട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, സഹോദരി, നിങ്ങൾ ഈ വചനം വായിക്കുക, ഒരു ദിവസം പ്രാർത്ഥിക്കുക. ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവിന് നിങ്ങളിലൂടെ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ഞാൻ അങ്ങനെ പോയാൽ ഇനി എൻ്റെ വീട്ടിൽ ചെന്നാൽ ഭർത്താവിനെ സ്വീകരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഒരു ദിവസം പ്രാർത്ഥിക്കുക, അഭിഷേകം സ്വീകരിക്കുക. പിറ്റേ ദിവസം 2 മക്കളെയും കൈക്ക് പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ഭർത്താവ് താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ചെല്ലുക. അദ്ദേഹം കഥ തുറക്കുമ്പോൾ നിങ്ങളല്ല അങ്ങോട്ട് പ്രവേശിക്കുന്നത്, നിങ്ങളുടെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ ആ ചേച്ചിക്ക് അതിന് കൃപ കിട്ടി, അവർ പ്രാർത്ഥിച്ചു, അഭിഷേകം കിട്ടി തോന്നി. പിറ്റേ ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് മക്കൾ 2 പേരെയും കൂട്ടിക്കൊണ്ട് നേരെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നു. കോളിംഗ് ബെൽ അടിച്ചു. ഭർത്താവ് തുറന്നപ്പോൾ കാണുന്നത് ഭാര്യയും 2 മക്കളും. ഭർത്താവ് കയറി വരാനൊന്നും പറഞ്ഞില്ല. ഈ ചേച്ചി ധൈര്യപൂർവ്വം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവേ, ഞാനിതാ കയറുന്നെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി, പരിശുദ്ധാത്മാവേ, ഞാനിതാ ഈ കുടുംബത്തിൻ്റെ നാഥയായിട്ട് നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ, പരിശുദ്ധാത്മാവ് സ്നേഹിക്കട്ടെ, പരിശുദ്ധാത്മാവ് എല്ലാം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്രകാരം ചെയ്ത് പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾ കൊണ്ട് എന്ത് സംഭവിച്ചറിയാവോ? ഭർത്താവ് പാപത്തെ വെളിപ്പെടുത്തിയപ്പോൾ ഈ സഹോദരി പരിശുദ്ധാത്മാവിനെ തെരഞ്ഞ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി. അങ്ങനെ ഈ ചേട്ടൻ എന്ത് ചെയ്യുന്നു? വെറുപ്പിനെ വെളിപ്പെടുത്തുമ്പോൾ ഈ സഹോദരി പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് സ്നേഹമാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി. അപ്രകാരം ഇത് യുദ്ധം, ഒരു ആത്മീയ യുദ്ധം ആ വീട്ടിൽ നടന്നു. ഏകദേശം ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ സഹോദരിക്ക് നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം തിരിച്ചു കിട്ടാൻ ഇടവന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നിങ്ങളോട് കർത്താവ് ആവശ്യപ്പെടുത്തിയതാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനായിട്ട്. ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ഏതൊരു മനുഷ്യനും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ, പരിമിതികളുണ്ട്. എന്നാൽ നിങ്ങൾ പേടിക്കരുത്, നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് നിന്നിലൂടെ പ്രകടമാകാൻ തുടങ്ങും. നിന്റെ ഭാര്യ കോപത്തെ വെളിപ്പെടുത്തുമ്പോൾ നീ ക്രിസ്തുവാകുന്ന ക്ഷമയെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. അപ്പോൾ നിന്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബത്തിൻ്റെ സമാധാനം വീണ്ടെടുക്കാൻ യേശു ഈ രാത്രിയിൽ നിന്നെ സഹായിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, 1 കൊറിന്തോസ് അതിൻ്റെ 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന മനോഹരമായൊരു വാക്യമുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല അധ്വാനിച്ചത്, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അദ്ദേഹം എല്ലാവരേക്കാൾ കൂടുതൽ സുവിശേഷ വേല ചെയ്തു, എല്ലാവരേക്കാൾ കൂടുതൽ സുവിശേഷ യാത്രകൾ ചെയ്തു. ഇവിടെ എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാനല്ല ഇത് ചെയ്തത്, എന്നിലൂടെ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ ഈ രാത്രിയിൽ നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതയാത്രയിൽ, ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ഭവനത്തിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ,
അല്ലെങ്കിൽ മരുമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കൊച്ചുമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിലുകളുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടാൻ പോകുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ എല്ലാവരും, നിങ്ങളുടെ കുടുംബത്തിലെ സകലരും പാപത്തെ വെളിപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. വചനം പറയാണ്, ജഡത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. വീണ്ടും വചനം പറയുന്നു, എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗ്നിച്ചാൽ നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്ന ഒരാൾ ജഡികമായി ജീവിച്ചാൽ നമ്മളെല്ലാവരും മരിക്കും. പ്രിയപ്പെട്ട, നമുക്ക് നിത്യജീവൻ അവകാശപ്പെടുത്താൻ പറ്റത്തില്ല. എന്നാൽ വചനം പറയുന്നു, ആത്മാവിനാൽ എന്ത് ചെയ്യാൻ പറ്റും? ജഡത്തിൻ്റെ പ്രവണതകളെ നിഗ്നിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്യുവാൻ അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രളയത്തിൽ പോകുന്നൊരു കാലഘട്ടമാണ്. ഒരു കാലത്ത് സമൂഹം പോലും പാപമായി കരുതിയത്, പ്രിയപ്പെട്ടവരെ, ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ പല പാപങ്ങളും സാമൂഹ്യവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടമാണ്. വചനം പറയുകയാണ്, ഈ കുത്തൊഴുക്കിൽപ്പെട്ട് നിന്റെ ജീവിതം നശിക്കാതിരിക്കാൻ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നിനക്ക് പാപത്തിൻ്റെ പ്രവണതകളെ, ജഡത്തിൻ്റെ പ്രവണതകളെ നിഗ്നിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് വെച്ച് പാപം ചെയ്യാതിരിക്കുക ഒന്നുമില്ല എന്ന അർത്ഥത്തിലല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് നിന്റെ ജീവിതയാത്രയിൽ നീ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുമ്പോൾ, ഓരോ നിമിഷങ്ങളിലും ഓരോന്ന് ചെയ്യാൻ പോകുമ്പോൾ തെറ്റേത് ശരിയേതെന്ന് നിനക്ക് കാണിച്ചു തരും. നീ ഏതെങ്കിലും വിധത്തിൽ ഒരു തെറ്റിലേക്ക് അകപ്പെട്ടാൽ പോലും അന്നേരം തന്നെ അനുദപിച്ച് മാനസാന്തരം യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ ഇപ്രകാരം ആദ്യകാലത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ആത്മാവിനാൽ പുതുജന്മം പ്രാപിക്കുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ ഇപ്രകാരം ആദ്യകാലത്ത് ഇറക്കിയ പ്രാർത്ഥനാ പുസ്തകത്തിൽ 2-ാമത്തെ പേജിൽ ഒരേ ഒരു വാക്യമേ ഉള്ളൂ, പുതിയ സൃഷ്ടിയായി തീരുക എന്നതാണ് പരമപ്രധാനം. ഇന്ന് അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ പുതിയ സൃഷ്ടിയായി തീരുന്ന കാര്യത്തിൽ പരിമിതികൾ വരുന്നു. പോരാ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ പുതിയ വ്യക്തിയാക്കി തരണമേ. പുതിയ വ്യക്തിയായി തീരുന്നവൻ പരിശുദ്ധാത്മാവെന്നറിയപ്പെടുന്നു. പരിശുദ്ധാത്മാവെന്നറിയപ്പെടുന്നവന് ദൈവത്തിന് ഈ ലോകത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. 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 അതുകൊണ്ട് വലുത് പ്രകാരം പറയാം, പരിശുദ്ധാത്മാവേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എല്ലാ മേഖലയിലും യേശുവിനെ വെളിപ്പെടുത്തി പാപത്തെ തോൽപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ എന്നെ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം വിശുദ്ധിയിൽ വളരുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും രക്ഷാപ്രവർത്തകരായി തീരാനായിട്ട് വിളിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യെശയ്യാ എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം ആത്മീയ ദർശനം കൊടുക്കുകയാണ്. അദ്ദേഹം സ്വർഗം കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ദൈവം എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിക്ക് ആത്മീയ ദർശനം കൊടുക്കുന്നു. മാലാഖമാരെ കാണിച്ചു കൊടുക്കുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതായി കാണുന്നു, ദൈവത്തിൻ്റെ ശക്തമായ ദൈവാനുഭവം കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഈ ദർശനം ലഭിച്ചപ്പോൾ യെശയ്യാ വാവിട്ട് കരയുകയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ള വ്യക്തിയാണ്, അതുമാത്രമല്ല അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ശ്രദ്ധിക്കുക, ഈ മനുഷ്യന് വലിയ ആത്മീയ ദർശനം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ആഴമായ പാപബോധം ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദൈവാനുഭവങ്ങളും ദൈവം നമ്മളെ എങ്ങോട്ട് നയിക്കണം? ആഴമായ അനുതാപത്തിലേക്ക് നയിക്കുവാൻ ദൈവം വിളിക്കുന്നു. ഹല്ലേലൂയ. ഇപ്രകാരം ഇയാൾ വാവിട്ട് കരഞ്ഞു, ദൈവമേ, ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്, അശുദ്ധരുടെ മധ്യത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതിന് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഒരു തീക്കട്ട, ഒരു തീക്കനലെടുത്ത്
പ്രിയപ്പെട്ടവരെ, യേശയ്യായുടെ നാവിൽ വെച്ച് കൊടുത്ത് അവനെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയൊരു ദൈവാനുഭവം ഉണ്ടാകുന്നു, പാപബോധം ലഭിക്കുന്നു, വാവിട്ട് കരയുന്നു, ദൈവം അവനെ വിശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ശ്രദ്ധിക്കുക, മൂന്നാമതൊരു കാര്യം കൂടെ അവനൊരു കാര്യം ചെയ്ത് ഈശോ. മറ്റൊന്നുമല്ല, അവൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് മാനസാന്തരം ജോലിച്ച ഫലങ്ങൾ അവന് പ്രകടമായി, ജീവിതത്തിൽ പ്രകടമായപ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ പോകുക എന്നല്ല പറയുന്നത്. അവനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്, എടാ മോനെ യേശയ്യാ, ഞാൻ ആരെയാണ് അയക്കുക? ആരാണ് എനിക്കായി പോകുക? പ്രിയപ്പെട്ടവരെ, യേശയ്യാ, നീ എനിക്കായി പോകണമെന്നല്ല പറയുന്നത്, മറിച്ച് ദൈവം മാനസാന്തരപ്പെട്ട് തീയുടെ അഭിഷേകം ലഭിച്ച യേശയ്യായോട് ദൈവം മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ആരാണ് എനിക്കായി പോകുക? ആരാണ് എനിക്ക് വേണ്ടി ഞാൻ ആരെയാണ് അയക്കുക? അപ്പോൾ യേശയ്യാ പറയുകയാണ്, കർത്താവേ എന്നെ അയച്ചാലും. കർത്താവേ എന്നെ അയച്ചാലും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കർത്താവേ എന്നെ അയച്ചാലും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവ് നമ്മളോട് പറയുന്നു, ഒരുപക്ഷെ നമുക്ക് പല ധ്യാനത്തിലൂടെയും പല നൈറ്റ് വിജിലും കൂടി ശക്തമായ ദൈവാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്, ശക്തമായ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുവഴി നമ്മൾ കുമ്പസാരിക്കുകയും പാപമോചനം പ്രാപിക്കുകയും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ കൂടെ നിങ്ങൾക്കൊരു പക്ഷേ ഒരു തീയുടെ അനുഭവം ലഭിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ രാത്രിയിൽ കർത്താവ് മൂന്നാമതൊരു തലത്തിലൂടെ നിങ്ങളെ വിളിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അവൻ്റെ ദുഃഖം ഒന്ന് കേൾക്കുവാൻ, അവൻ്റെ വിഷമം ഒന്ന് കേൾക്കുവാൻ, അവൻ്റെ പ്രയാസം ഒന്ന് കേൾക്കുവാൻ. ഇവിടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവിക ദർശനം വേണം, ദൈവാനുഭവം വേണം, പക്ഷെ ദൈവം പറയുന്നത് പലപ്പോഴും കേൾക്കാൻ നമ്മൾ വിട്ടുപോകുന്നു. യേശയ്യായ്ക്ക് ദൈവസ്വരം കേൾക്കാൻ സാധിച്ചു. അവൻ ദർശനങ്ങൾ കണ്ടു, വാവിട്ട് കരഞ്ഞു, അവിടെ നിൽക്കുകയല്ല ചെയ്തത്, മറിച്ച് സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ദൈവം പറയുന്നത് കേട്ടു. ദൈവം ചോദിച്ചു, ദൈവം പറഞ്ഞു, ആരാണ് പോകുക? ആരാണ് അയക്കുക? അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ അയച്ചാലും. കർത്താവ് ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന അനേകരെ സുവിശേഷത്തിന് വേണ്ടി വിളിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലാക്കിയിരിക്കുകയാണ്. ആക്കാനായിട്ട് കാരണം ഒരുപക്ഷെ നിങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടായിരിക്കാം ലോകം മുഴുവൻ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് എന്നെ ശ്രവിക്കുന്ന, ഷാലോമിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ പഠനവുമായി ജോലിയുമായി അവിടെ ആക്കിയിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, ആ ദേശത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടാണ്. ക്രിസ്തു ആരാണെന്ന് കാണിച്ചു കൊടുക്കാനാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കാനാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അവിടെ പറയുന്ന വാക്യത്തിലാണ്, യേശു താൻ പോകാൻ ആഗ്രഹിച്ച ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നു, ഈ 2 പേരായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കർത്താവ് നിങ്ങളെയും അയക്കുകയാണ്, ദൈവം അയക്കുകയാണ്. യേശു താൻ പോകാൻ ആഗ്രഹിക്കുന്ന പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളെ അവിടെ നയിക്കുകയാണ്. ആരെല്ലാം ബൈബിളിൽ ദൈവാനുഭവം സ്വന്തമാക്കിയിട്ടുണ്ടോ അവരെല്ലാം ദൈവത്തിൻ്റെ സന്ദേശ വാഹകരായിട്ട് മാറി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം അതിന് 5-ാം അധ്യായം 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പത്രോസ്ലീഹ അദ്ദേഹം രാത്രി മുഴുവൻ അധ്വാനിക്കുന്നു, അദ്ദേഹത്തിന് ഒന്നും ലഭിക്കുന്നില്ല. ഈ സമയത്ത് ശൂന്യമാക്കപ്പെട്ട വള്ളത്തിലേക്ക് യേശു കടന്നു വരുന്നു. യേശു വന്നു, യേശു വചനം പറയുന്നു. വചനം പറഞ്ഞതിന് ശേഷം വചനം കേട്ട പത്രോസ്ലീഹ എന്ത് ചെയ്യുന്നു? വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് ആവശ്യപ്പെടുന്നില്ല, കർത്താവേ എൻ്റെ വള്ളത്തിൽ മീനില്ല, എനിക്ക് മത്സ്യം തരണമേ എന്ന് അവൻ ആവശ്യപ്പെടുന്നില്ല. സ്നേഹിക്കുന്ന ദൈവം, ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം അവനോട് പറയുകയാണ്, നീ വീണ്ടും വലയിറക്കുവാൻ. ദൈവം പറഞ്ഞ പ്രകാരം അവൻ വലയിറക്കിയപ്പോൾ 2 വള്ളം നിറയുവോളം മത്സ്യം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ വലിയൊരു അത്ഭുതം കണ്ടു. രാത്രി മുഴുവൻ അധ്വാനിച്ചത് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഈശോ പറഞ്ഞ പ്രകാരം ഒരു പ്രാവശ്യം വല വീശിയപ്പോൾ സമൃദ്ധമായി മത്സ്യം ലഭിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതപ്പോൾ പത്രോസ്ലീഹ പറയുന്നതിന് മനോഹരമായൊരു വാക്കുണ്ട്, കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോവുക. പ്രിയപ്പെട്ടവരെ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോവുക. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ വാക്ക് കേട്ട് യേശു അവനോട് ഈ അത്ഭുതം കണ്ടു.
മാനസാന്തരമുണ്ടായ വ്യക്തിയോട് ഈശോ 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ 3ാമത്തെ ലെവലിലോട്ട് കയറി വന്നു. തൊട്ടടുത്ത 15ാം വാക്യത്തിൽ പറയുന്നു, അവൻ യേശുവിനെ അനുഗമിച്ചു. ഇവിടെ 1ാമത്തെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, അവൻ പ്രതീക്ഷിക്കാത്ത ദൈവം, സർവശക്തനായ ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവൻ ആവശ്യപ്പെടാതെ തന്നെ ദൈവം അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു. ആ അത്ഭുതം അവനെ ആഴമായ ആ പാപത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു. പക്ഷെ അവിടം കൊണ്ട് അവൻ്റെ ജീവൻ തീർന്നില്ല. അവൻ 3ാമത് ദൈവത്തിൻ്റെ പാപബോധം ലഭിച്ച് പശ്ചാത്താപം ലഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. ആ സ്വരം മറ്റൊന്നുമല്ല, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. മീൻപിടുത്തക്കാരനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇവിടെ വചനം തൊട്ടടുത്ത വാക്യത്തെ പറയുന്നു, അവൻ യേശുവിനെ അനുഗമിച്ചു. വീണ്ടും യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 4ാം അധ്യായം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു സമരക്കാരി സ്ത്രീയുമായിട്ട് യേശു വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നു. പാപത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ്. 6ാം പ്രമാണം ലംഘിച്ചുകൊണ്ട് നാടിനും വീടിനും ദോഷമായി നിൽക്കുന്ന വ്യക്തിയാണ്. അവളുടെ അടുക്കലേക്ക് യേശു ചെല്ലുന്നു. അവളോട് യേശു സംസാരിക്കുന്നു. അവൾക്കൊരു കൗൺസിലിംഗ് നടത്തുന്നു. അവളുടെ ജീവിതത്തിലെ, കഴിഞ്ഞകാല ജീവിതത്തിലെ ചില അനുഭവങ്ങളിലൂടെ ദൈവം തൻ്റെ അടയാളം കൊടുക്കുന്നു. അവസാനം യേശു തന്നെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഇവിടെ തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവൾ ദേശത്തിന് ശാപമായിരുന്ന, ആ ദേശത്തുള്ള അനേക കുടുംബങ്ങൾക്ക് അനേകരെ പാപത്തിലേക്ക് നയിച്ച ആ സമരക്കാരി പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ, അവൾ ആ ദേശത്തെ മുഴുവൻ യേശുവിലേക്ക് നയിക്കുന്ന വ്യക്തിയായിട്ട് മാറി. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ ഈ 3ാം ലെവലിലേക്ക് കൊണ്ട് വിളിക്കുന്നു. നിങ്ങൾക്ക് ശക്തമായ ദൈവാനുഭവം തരുവാൻ യേശു ഒരുങ്ങുന്നു. 2, ഈ ദൈവാനുഭവങ്ങൾ വഴി ആഴമായ അനുതാപത്തിലേക്ക് വരുവാൻ, വീണ്ടും ജനനം പ്രാപിക്കുവാൻ കർത്താവ് ഈ രാത്രി നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, അവിടം കൊണ്ട് നിങ്ങളുടെ ജീവിതം തീരരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഇന്ന് പഴയ നിയമത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ജെറുസലേം ആലയത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമെങ്കിൽ പുതിയ നിയമത്തിൽ മനുഷ്യൻ്റെ ശരീരമാണ്. ഓരോ മനുഷ്യൻ്റെയും അവനെ യേശുവിന് വേണ്ടി നേടുവാനായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് കർത്താവിന് വേണ്ടി സഭയെ പണിത് ഉയർത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെന്ന് വിചാരിക്കരുത്, ബുദ്ധിയില്ലെന്ന്, കഴിവുണ്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. മറിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, നിങ്ങൾ ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അതുവഴി യേശു നേടിത്തന്ന സർവ്വ രക്ഷയും സകല ജനങ്ങൾക്കും കൊടുക്കുവാൻ ദൈവം ഇടവരുത്തും. ഹല്ലേലൂയ. അങ്ങനെ യേശു നേടിത്തന്ന, യേശു നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സകലിലേക്ക് പകർന്നു കൊടുത്ത് യഥാർത്ഥ ആത്മീയ സന്തോഷം അനുഭവിക്കാൻ ഇടവരും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് പ്രാർത്ഥിക്കാനും ദേവാലയത്തിൽ പോകാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ പുതിയ നിയമത്തെ സംബന്ധിച്ചോളം, പരിശുദ്ധാത്മ സംബന്ധിച്ചോളം 24/7 എപ്പോഴും ഏത് സമയത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോഴുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴുണ്ട്, ജോലി സ്ഥലത്ത് പോകുമ്പോഴുണ്ട്, എവിടെ പോയാലും യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ട്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തമായ ദൈവാനുഭവം തരണമേ. അതുവഴി ഞങ്ങൾക്ക് ആഴമായ പാപബോധ പശ്ചാത്തലം തരണമേ. അതോടൊപ്പം കർത്താവേ, നിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് സഭയെ പണിതുയർത്തുവാനുള്ള പ്രത്യേക അഭിഷേകം ഈ രാത്രി തരണമേ. അങ്ങ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ 2 പേരായിട്ട് സകലരെയും അയച്ചതുപോലെ ഞങ്ങളെയും നീ അയക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. അങ്ങയുടെ ദൈവമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ